ഞാനുമായുള്ള വിവാഹത്തിന് മുമ്പ് വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്ന ബാലചന്ദ്രന്റെ ചോദ്യത്തിന് മുമ്പിൽ ഗംഗാധരൻ പകച്ചു പോകുന്നു. ഇതിനിടയിൽ ഗംഗാധരനെ വിളിക്കുന്ന മാലതി വൈജയന്തി വിളിച്ച് ബാലചന്ദ്രനെ അന്വേഷിച്ച വിവരം പറയുന്നു. തുടർന്ന് ബാലചന്ദ്രൻ വൈജ മുമ്പ് പ്രസവിച്ച വിവരം അറിഞ്ഞുവെന്ന് ഗംഗാധരൻ പറയുമ്പോൾ മാലതി ഞെട്ടിപ്പോകുന്നു. ശേഷം ബാലചന്ദ്രന്റെ അടുത്ത് തിരികെ എത്തുന്ന ഗംഗാധരൻ ബാലചന്ദ്രൻ അറിഞ്ഞതെല്ലാം സത്യമാണെന്നും ഇനി ആ തെറ്റ് എങ്ങനെ തിരുത്തുമെന്നും ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പൊട്ടിത്തെറിക്കുകയും എന്നോട് എന്തിനാണ് ഈ ചതി ചെയ്തതെന്നും ചോദിക്കുന്നു. ശേഷം ബാലചന്ദ്രൻ ഗംഗാധരന് കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാനുണ്ടായ സാഹചര്യം കൂടി ബാലചന്ദ്രൻ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ഇനി അതിനെപ്പറ്റി ഒന്നും അറിയണ്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നു. ശേഷം ബ്രേക്ക്ഫാസ്റ്റുമായി എത്തുന്ന റൂം ബോയോട് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുകയും ആഹാരമെല്ലാം വലിച്ചെറിയുകയും ചെയ്യുന്നു. തുടർന്ന് ഗംഗാധരൻ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന ഗംഗാധരൻ ബാലചന്ദ്രന്റെ അവസ്ഥയെപ്പറ്റി മാലതിയോട് പറയുന്നു. ശേഷം ബാലചന്ദ്രനെ തനിച്ചാക്കി വന്നതിന് മാലതി ഗംഗാധരനെ കുറ്റപ്പെടുത്തുന്നു. തുടർന്ന് കാര്യങ്ങളെല്ലാം വൈജയനെ അറിയിക്കാമെന്ന് മാലതി പറഞ്ഞെങ്കിലും തൽക്കാലം അത് വേണ്ട എന്ന് ഗംഗാധരൻ പറയുന്നു. ശേഷം ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് എൻ്റെ അറിവെന്ന് പറയുന്ന ഗംഗാധരനോട് ഇനി ഹോട്ടലിലേക്ക് ഞാനും വരാമെന്നും ബാലചന്ദ്രനോട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാമെന്നും മാലതി പറയുന്നു. പിന്നീട് ഹോട്ടലിൽ മദ്യപിച്ചിരിക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് മാലതിയും ഗംഗാധരനും എത്തുകയും മാലതി ബാലചന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് എന്നോട് ഈ ചെയ്തവരെ കൊണ്ടെല്ലാം ഞാൻ കണക്ക് പറയിക്കുമെന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.